ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് തന്നെയാണ്. റോബ്ലോക്സിൽ നമ്മൾ വേറൊരു ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് നമ്മൾ ഈ ഒരു കേജിൻ്റെ ഉള്ളിൽ ഫോൺ സുരക്ഷിതമായിട്ട് വെക്കണം ഗൈസ്, അല്ലെങ്കിൽ മറ്റുള്ള കേജുകാർ വന്നിട്ട് നമ്മുടെ ഫോൺ തട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ കറൻറ്റ്ലി നമ്മുടെ കേജിൽ ഒരു ഫോണും ഇല്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറൻറ്റ്ലി ഉള്ളത് $100. അപ്പോൾ ഈ ഒരു $100 പറ്റി ഏതെങ്കിലും ഒരു ഫോൺ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം ഗൈസ്. നിങ്ങൾ പലരും ഈ ഒരു ഗെയിം കണ്ടിട്ടുണ്ടാവും. ഗൈസ്, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ കേജ് ഓപ്പൺ ആണ്, നമുക്ക് ഇവിടുത്തെ ഒരു ഫോണൊക്കെ എടുത്ത് സ്റ്റീൽ ചെയ്യാം ഗൈസ്, അത്രേ ഉള്ളൂ. അയ്യോ ഗൈസ്, ഈ കേജിന്റെ ഓണർ വന്നിട്ട് നമ്മൾ ആ കൈ കൊണ്ട് പിടിച്ച് വീക്കടാ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമ്മളെ കയ്യിലുള്ള $100 ഓ ഗൈസ്, നോക്കിയോ എന്നിട്ടൊരു ഫോൺ പോകുന്നുണ്ട്. ഫ്രീ ആണ് ഗൈസ്, പെർ സെക്കൻഡ് $1 വെച്ച് നമുക്ക് കിട്ടും. $1 ഗൈസ്, ഫ്രീ കിട്ടുന്ന ഫോണിൽ നമ്മൾ എന്തായാലും അത് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ കേജിലോട്ടാണ് ഗൈസ് ആ ഒരു ഫോൺ വരുന്നത്. നമുക്ക് വേറെ ആരെങ്കിലും കേജിൽ പോയിട്ട് ഏതെങ്കിലും നല്ലൊരു ഫോൺ എടുക്കണം ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കും. ഇത് ഗൈസ് സാംസങ് A3 എന്നൊരു ഫോൺ $100 ആണ് ഗൈസ് ഇതിൻ്റെ വില. നമുക്ക് എന്തായാലും $100 നമ്മളെ കയ്യിലുള്ള നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് $3 പെർ സെക്കൻഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുള്ളൂ ഗൈസ്. അതാണ് ആകുള്ള പ്രശ്നം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഒരു 1K പെർ സെക്കൻഡ് കിട്ടുന്ന ഒരു ഫോണൊക്കെ നമ്മൾ എന്തായാലും വാങ്ങും ഗൈസ്. ഇതേ അപ്പുറത്തെ കേജ് ഓപ്പൺ ആണ്. നമുക്ക് ഈ ഒരു നമ്മുടെ കേജ് പൂട്ടിയിട്ടിട്ട് അപ്പുറത്തെ കേജിൽ നിന്ന് ഏതെങ്കിലും ടാബ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് $750 ഒരു ഐപാഡ് എയർ 4th ജനറേഷൻ ഇരിക്കുന്നുണ്ട് ഗൈസ് ഇവിടെ. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കേജി കൊണ്ടുവന്ന് വെച്ചേക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോബറി ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതേപോലെ തന്നെ നടത്തിയേക്കാണ്. ഈ കേജ് ഒക്കെ ഓപ്പൺ ആണ് കേട്ടോ. അത് നോക്കിയ കേസ്, അപ്പുറത്ത് കുറേ ഫോൺ ഉണ്ട് കേസ്. ഇവിടുത്തെ കേജ് ഓപ്പൺ ആണ്. നമുക്ക് കേസ് ഇവിടെ ആളുണ്ട് കേസ്, കേജിൻ്റെ ഓണർ ഉണ്ട്. നമുക്ക് ഇവൻ പോയിട്ട് പതുക്കെ എടുക്കാൻ ശ്രമിക്കാം. എടാ, ഇതിനെ കേജ് എന്നല്ല പറയാ, ബേസ് എന്നാണ് കേസ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് കേജ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് വീഡിയോ തുടക്കം വെച്ചത്. ഇതിൽ നല്ല പെർ സെക്കൻഡിൽ കൂടുതൽ $1 കിട്ടണ വല്ല ഫോൺ പോകണമെങ്കിൽ നമുക്ക് അത് തന്നെ എടുക്കായിരുന്നു കേസ്. അതിനുള്ള ഫോണൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഇതിൽ ക്യാഷ് പൊട്ടിക്കേണ്ടി വരും കേസ്. അങ്ങനത്തെ ഫോണൊക്കെ എടുക്കണമെങ്കിൽ നമ്മളെ ആകെ $535 ഉള്ളൂ കേസ്. കേസ് ആ കേജിന്റെ ഓണറിലാ പോണേ. നമ്മ ഇവിടെ നിന്നല്ല കേസ് ആ ഐപാഡ് എടുത്തത് 4th ജനറേഷൻ. എടാ, ഇവിടെ ഏതോ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബേസിൽ നിന്ന് ഫോൺ എടുക്കാൻ പോണോ? അയ്യോ, എവിടെ അവൻ അങ്ങനെ അങ്ങോട്ട് ഫോൺ എടുക്കണ്ട കേസ്. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മ ഹാൻഡ് കൊണ്ട് അവനെ കൊന്നു കേസ്. എടാ, അതേടാ ഇവിടെ ഒരു ഐപാഡ് പോണ് കേസ്. ഇത് എത്രയാണ്? $150 പെർ സെക്കൻഡ് $4 വെച്ച് കിട്ടും. നല്ല ഫോണൊന്നും പോണില്ല കേസ്. പെർ സെക്കൻഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ $1 കിട്ടുന്ന ഫോൺ വല്ലതും പോവുകയാണെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാനുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ബട്ട് നല്ലൊരു ഫോണൊന്നും പോകുന്നില്ല. ഇത് കേസ് നമുക്കിവിടെ ഒരു ഓപ്പോ A70 പോകാൻ കാണുന്നുണ്ട്. എടാ, അത് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ലടാ. അത് നല്ലൊരു ഫോണായിരുന്നു കേസ്, പക്ഷെ അത് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല. ഇതേടാ നമ്മുടെ ബേസിലത്തെ ഫോണൊക്കെ എടുത്തുണ്ടോയി. എടാ, ഒരൊറ്റ ഫോണില് കേസ് നമ്മുടെ ബേസിൽ. എടാ, ഇവനുണ്ട് എല്ലാ ഫോണും നമ്മൾ എടുത്തുണ്ടോ. നമ്മ ഐപാഡ് എടുത്തുണ്ടോ. അതിൻ്റെ റിവഞ്ചാണ് കേസ് ഇവന് വീട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേസിന്റെ ലേസർ ഇല്ല കേസ്, അതൊരു 53 സെക്കൻഡ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവും കേസ്. ആ ഓഫായ ടൈമിലെല്ലാം അവൻ എടുത്തുണ്ടോയി കേസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1.95K റുപ്പീസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു ഐഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും കേസ് അവൻ്റെ ഒരു ഫോൺ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കേസ്. അതെന്തായാലും നമ്മൾ സ്റ്റീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ചെയ്യും. ഒരു ഐഫോൺ ആണ് കേസ് അവൻ്റെ ബേസിലുള്ളത്. അത് എത്ര പെർ സെക്കൻഡിൽ എത്ര കിട്ടുന്നൊന്നും എനിക്കറിയില്ല. $1 പെർ സെക്കൻഡിൽ കിട്ടിയാൽ പോലും ആ ഒരു ഐഫോൺ ഞാൻ അവൻ്റെ ബേസിൽ നിന്ന് എടുത്തിരിക്കും കേസ്. ഓക്കെ, ഞാനുണ്ടല്ലോ സാംസങ് ഗാലക്സി A40 എന്നൊരു ഫോൺ പോയി. അതുകൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേസ്. നമ്മുടെ ഭാഗ്യത്തിന് $1250 കണ്ട് നമ്മളെ കയ്യിലുണ്ടായിരുന്നു കേസ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോയ ഫോൺസൊക്കെ എടുക്കാനായിട്ട് പറ്റി. കേസ് നമ്മളിപ്പോൾ മേടിച്ച ഫോണില് പെർ സെക്കൻഡ് $80 വെച്ച് കിട്ടുന്നുണ്ട്. ആ ഫോൺ കുഴപ്പമില്ലാന്നാണ് കേസ് എനിക്ക് തോന്നണേ. എടാ, ഇവന്റെ ബേസ് ഓപ്പൺ അല്ലടാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ അവൻ്റെ സ്റ്റീൽ ചെയ്യായിരുന്നു കേസ്. കണ്ട കേസ് അവൻ്റെ ബേസിൽ. എടാ, ഈ പെർ സെക്കൻഡ് നിങ്ങൾ കിട്ടുന്ന കാശ് നോക്ക് കേസ് ഐഫോണ്. ഇവനെന്തിനാണ് നമ്മുടെ ബേസിൽ കൂടുന്നത്? നമ്മുടെ ബേസിൽ ലേസറില്ലേ? ഓക്കെ സെറ്റ്. എടാ, അവൻ്റെ ഐഫോണിൻ്റെ പെർ സെക്കൻഡ് ക്യാഷ് കണ്ട കേസ് നിങ്ങൾ 1K പെർ സെക്കൻഡ്. ആ ഫോൺ സ്റ്റീൽ ചെയ്താൽ നമുക്ക് കോടീശ്വരനാവും കേസ്. കാര്യം പറയാല. ബേസ് ഒന്ന് ലോക്കിട്ട്. ഓക്കെ ഗേസ്, അവനെ എപ്പോഴും അത് നമ്മുടെ ബേസിന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ് കേസ്. അവന്റെ ബേസ് ഓപ്പൺ ആയി കിട്ടണമെങ്കിൽ മുത്തേ ആ ഒരു ഐഫോണാണ് ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരാഴ്ച നമ്മുടെ മുന്നിൽ ആ ഒരു ബേസ് തുറന്നിരിക്കും കേസ്. അപ്പം ഞാൻ ആ ഒരു ഐഫോൺ എടുത്തോളാം കേസ്. ആ ഒരു ഗോൾഡൻ ഐഫോൺ ഇല്ലേ, അത് നമ്മുടെ ബേസിക്കാണ് വരുന്നത്. കണ്ട കേസ്, ആ ഒരു ഗോൾഡൻ ഐഫോൺ നമ്മുടെ ബേസിൽ. എൻ്റെ മോനെ വരണ ലുക്ക് നോക്ക് കേസ്. കണ്ടോ കേസ്, ഇവൻ നമ്മുടെ ബേസിന്റെ അവിടെ തന്നെയാണ് കേസ് എപ്പോഴും ഉള്ളത്. എടാ, ഞാൻ ഇവനെ ഇവിടെ പിടിപ്പിച്ചടാ. ലെറ്റ്സ് ഗോ കേസ്. നമ്മൾ ഇവനെ പിടിപ്പിച്ച്. എടാ, ഈ കേജ് ഒന്ന് തുറന്നു കിട്ടുകയാണെങ്കിൽ പ്ലീസ് വേഗം. അപ്പുറത്തെ ബേസ് ഓപ്പൺ ആണ്. നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഫോൺ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോവാം.
ഓക്കെ ഗൈസ്, നമുക്കൊരു ഐപാഡ് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ എന്തായാലും ഇത് സ്റ്റീൽ ചെയ്യാണ്. എൻ്റെ മോനെ ഗൈസ് അവന് സ്റ്റീൽ ചെയ്ത് അവൻ്റെ ബേസിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അവൻ കാശ് കൊടുത്തൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ബേസിൻ്റെ ഉള്ളിൽ പോയിട്ട് അവൻ ഫോൺ സ്റ്റീൽ ചെയ്യുന്നു, അവൻ്റെ കേജിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് അവൻ്റെ കേജ് അവൻ സുരക്ഷിതമായിട്ട് നോക്കുന്നു. അത്ര ഉള്ള അവൻ്റെ കാര്യം. അവൻ്റെ ഫോൺ നമ്മൾ ഇന്ന് എടുത്തിരിക്കും ഗൈസ്. നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ. ദേ ഗൈസ്, ഇവിടെ ഒരു ബേസ് ഓപ്പൺ ആണ്. ദേ ഇവനെന്തോ പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അത് കാര്യമാക്കണം. ഞാൻ എടുത്തേക്ക് ഗൈസ്. ലെറ്റ്സ് ഗോ. അയ്യോ, കണ്ടതാണ് ഗൈസ് എനിക്ക് തോന്നണേ. അയ്യോ ഗൈസ്, എൻ്റെ ബേസ് ഞാൻ ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അയ്യോ, അല്ലെങ്കിൽ ഇപ്പം എല്ലാ ഈ ഫോൺ എടുത്തുണ്ടോ എന്നെ ഗൈസ്. നല്ല ഏതെങ്കിലും ലെജൻഡറി ഫോൺ വരാണെങ്കിൽ, നല്ല ഫോൺ വരാണെങ്കിൽ എന്തായാലും ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തേനെ ഗൈസ്. പക്ഷെ വരേണ്ടത് എടാ അവൻ്റെ കേജ് ഓപ്പൺ ആണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ ഒരു ഐഫോണാണ് ഞാൻ. എൻ്റെ മോനെ ലെജൻഡറി സാധനം. വേടാ വാട കമൺ ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്ക് വലിച്ചിട്ടുണ്ട്. അവൻ്റെ ഐഫോൺ ഞാൻ അങ്ങോട്ട് സ്റ്റീൽ ചെയ്ത് ഗൈസ്. പെർ സെക്കൻഡ് 1.25K ആണ് ഗൈസ്. ഇവിടെ ഒരു ഐഫോൺ പോണ്ട്. നമുക്ക് ഇതും കൂടി അങ്ങ് പർച്ചേസ് ചെയ്തേക്കാം ഗൈസ്. നമ്മുടെ ഐഫോൺ കേജ് ആയി ഗൈസ്. മൊത്തം കേജ് അല്ല, ബേസ് ആയി. ഉണ്ട് ഗൈസ്. അവൻ്റെ ഐഫോൺ നോക്കി ഒറ്റയ്ക്ക് $32K ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് പരമാവധി സ്റ്റീൽ ചെയ്യേണ്ടത് നമ്മൾ സൂക്ഷിക്കണം ഗൈസ്. ഞാൻ എന്തായാലും കുറച്ച് നേരത്തിന് ബേസിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. അവൻ തന്നെ വന്നിട്ട് ഇതേ മെസ്സേജ് അയക്കുന്നത്, വൈ ആർ യു റോബിങ് ഐഫോൺ 16 എന്ന് പറയുന്നുണ്ട്. എന്റെ 16 അല്ല ഞാൻ മോഷ്ടിച്ചോളൂ, നീ എന്റെ ഐപാഡ് എല്ലാം എടുത്തുണ്ടോ ഇല്ലേ. അവൻ ബേസ് നിർത്തി പോയടാ. അതാണ്ടാ നമ്മളെ പവർ. അതാണ് അപ്പുറത്തെ ബേസ് തുറന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ടാബ് അങ്ങനത്തെ വല്ല കൊടുത്താലോ. ഹുവായി നോവ 11 എന്നിട്ടൊരു ഫോൺ നമ്മൾ മോഷ്ടിക്കി. അപ്പത്തിനും പിടിച്ച് വന്ന് പടച്ചറാ. അയ്യോ, നമ്മ ഈ ബേസിന്റെ ഉള്ളിൽ പെട്ടെന്നാണ് കേസ് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, റീസ്പോൺ ആവാ. എടാ നമ്മുടെ ഐഫോണോ, എടാ അവനത് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി തന്നെ വെച്ചടാ. എനിക്ക് തോന്നുന്നു അവൻ നമ്മളെ പ്രാങ്ക് ചെയ്താണെന്നാണ് കേസ് എനിക്ക് തോന്നുന്ന കാര്യം. അവൻ പോയ പോലെ അഭിനയിച്ചിട്ട് അവിടേക്ക് നീങ്ങിയപ്പോൾ അവൻ ആ ഐഫോൺ എടുത്തുകൊണ്ട് പോയി കേസ്. എന്ത് കഷ്ടമാണ് നോക്കി കേസ്. നല്ല എക്സ്പെൻസ് ഉള്ള ഒരു ഐഫോണായിരുന്നു. നിങ്ങൾക്ക് കാണണം കേസ്, ഞാൻ ഒന്നും കൂടി അവൻ്റെ ബേസിൽ നിന്ന് ഐഫോൺ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടോ. നമ്മൾ എന്തായാലും അവൻ്റെ ബേസിൽ നിന്ന് ഐഫോൺ എടുത്തിരിക്കും കേസ്. ഇതേ കേസ് അടുത്ത ഫോൺ എടുക്കാൻ വന്നിട്ടുണ്ട് അവൻ. നമുക്ക് ഇവിടെ സ്റ്റക്കായ പോലെ അഭിനയിക്കുക കേസ്. എന്നിട്ട് ആ കേജി കയറുമ്പോൾ നമ്മൾ മൊത്തം ലേസർ അങ്ങോട്ട് പോയി ഓണാക്കുന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. എന്നിട്ട് നമുക്ക് നേരെ ഐഫോൺ പോയി എടുത്തിട്ടുണ്ടോ നല്ല കേസ്. ലെറ്റ്സ് ഗോ. നമുക്ക് നേരെ ഐഫോൺ എടുത്തിട്ട് വരാം. 23 സെക്കൻഡ്സ് ഉണ്ട് കേസ് മറ്റേ ലേസർ തുറക്കാനായിട്ട്. എൻ്റെ മോനെ ഒന്ന് പെട്ടെന്ന് തുറന്നാൽ മതിയായിരുന്നു കേസ്. അല്ലെങ്കിൽ അവനക്ക് റീസ്പോൺ അടിക്കാൻ അറിയുകയാണെങ്കിൽ അവൻ എന്തായാലും റീസ്പോൺ അടിച്ച് വരും. ലെറ്റ്സ് ഗോ. എൻ്റെ മോനെ കിട്ടി, തുറന്നു കിട്ടി കേസ്. എന്നിട്ട് സ്റ്റീൽ ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ കേസ്. കമോൺ പ്ലീസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഒന്നുകൂടി ഞാൻ അവൻ്റെ നിന്ന് സ്റ്റീൽ ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അമ്പടാ, അവൻ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ ഗൈസ്. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഗൈസ്, ഈ റോബ്ലോക്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നമ്മളെ കരളിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കണ്ട ഗൈസ് $3,18,000. ഏതല്ല ഗൈസ്, നമ്മൾ ഇത് ഇനി 1 million ഒക്കെ ആക്കണം. അത് നമ്മൾ എന്തായാലും ആക്കിയിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.